നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ സാമീപ്യം ഇപ്പോൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. കറന്റ്ലി ഈ സിറ്റുവേഷനിൽ ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കണം, ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നൊക്കെ ഒത്തിരി ചിന്തിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് യെസ്, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കാത്തതെന്നും കാണുന്നുണ്ട്. അവർ വളരെയധികം ഒരു സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം. മേ ബി വളരെ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട്, ഒപ്പോസിഷൻസ് ഉണ്ട്. ചില വ്യക്തികളുടേതായിട്ടുള്ള ഒപ്പോസിഷൻസും ഇതിൽ കാണുന്നുണ്ട്. യെസ്, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മേ ബി ഇതിനോടകം തന്നെ അവർ അതിനുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒട്ടും തന്നെ അവർക്ക് കഴിയുന്നില്ല. അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോവാണ്. അവരുടെ മനസ്സിന്റെ നിയന്ത്രണം തന്നെ വിട്ടു പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അവർക്ക് എങ്ങനെയാണ് നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ആൻഡ് യെസ്, പക്ഷെ ഒരു മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾക്കിടയിലുള്ള ഒരു സെപ്പറേഷൻ എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ മാറിപ്പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും. ഒരു മാജിക് പോലെ ആ ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ ഒരു മൊമെന്റിൽ പോലും അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്. നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള എന്താണ് വിലയേറിയ ഗിഫ്റ്റുകൾ ഈ വ്യക്തിക്ക് സമ്മാനമായി കൊടുത്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് നൽകാനായിട്ട് അത്തരം ഒരു ഗിഫ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി അവരുടെ പേഴ്സണൽ ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അവർ അത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെയധികം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ നേരിൽ കാണാനായിട്ട് ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കാത്ത ദിവസങ്ങളില്ല ആ വ്യക്തിയുടെ ലൈഫിൽ. ഓക്കെ, അവർ നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോഴും. ഓക്കെ, സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം അത്രയും ഈ വ്യക്തി കൊതിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ടൈമിങ്ങിന് ഒരു എൻഡ് ഉണ്ടാവും. അതായത് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരും എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. മേ ബി അതിനുള്ളൊരു ചാൻസസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു മിറാക്കിള് പോലെ രണ്ടും രണ്ട് ഡോറാണ് നമുക്ക് കാണുന്നത്. ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരും എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ആണ് ഇവിടെ കിട്ടുന്നത്. നമ്പർ 33 ആൻഡ് നമ്പർ 34 ഈസ് മോർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിൽ ഈ 33 എന്ന് പറയുന്ന നമ്പറും 34നും ഒരുപാട് കണക്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ ടൈമിന് ആ ഒരു എൻഡ് ഉണ്ടാവുന്നത്, അത് ഈ സെപ്പറേഷൻ പീരീഡ് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. എനിക്ക് അറിയില്ല എത്ര പേർക്കാണ് ഇത് റെസനേറ്റ് ആവുന്നത് എന്നുള്ളത്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ടുള്ളത്. കാരണം ആ വ്യക്തി അത്രമാത്രമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ പാർട്ടിലേക്ക് മൂവ് ചെയ്യുകയാണ് ഈ പേഴ്സൺ. മേ ബി നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത്
നിങ്ങളെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ അത്രയും ആ വ്യക്തി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഏതൊരു നിമിഷത്തിലും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള കാർഡ്സ് ആണ് എല്ലാം ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തി അത്രയധികമായിട്ട് നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫിസിക്കലി, സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും പോസിറ്റീവ് എനർജി വൈബ്രേഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഈ നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട്. ഓക്കെ, നിങ്ങൾ അവർക്കൊരു ഫ്രണ്ട് മാത്രമല്ല, അതിനുമപ്പുറം അത്രയും അവരുടെ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, ദൈവം അവർക്ക് കൊടുത്ത അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു. ഓക്കെ, അവരുടെ ജീവിതം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, അവരുടേതായിട്ടുള്ള ഒത്തിരി മിസ്റ്റേക്കുകൾ ഉണ്ട്, അതെല്ലാം ഇംപ്രൂവ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് അവർ ശ്രമിക്കുകയാണ്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, അവര് അത്രയും റൊമാൻറ്റിക് ആയിട്ട് തന്നെയാണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. എത്രയും അവര് നിങ്ങളോട് പറയുകയാണ്, അത്രയും ഒരു ഒരു ആ ഫീലിങ്സോട് കൂടിയാണ് ഇത്തരം വാചകങ്ങൾ പറയുന്നത്. കം ബാക്ക് ഇൻ മൈ ലൈഫ്. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരൂ. ആൻഡ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഓക്കെ, അവര് എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയാം. അവർ നിങ്ങളോട് ചിലപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, അതെല്ലാം അവരിപ്പോൾ തിരിച്ചറിയുന്നു. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ നിങ്ങളോടായിട്ട് എന്തോ ഒരു തെറ്റായ വാക്കുകൾ നിങ്ങളോടായി പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം. അതെല്ലാം അവരിപ്പോ ആ വാക്കുകൾ തിരിച്ചെടുക്കുന്നതായിട്ട് നിങ്ങളോടായി പറയുന്നു. ആൻഡ് വിൽ യു വെയിറ്റ് ഫോർ മീ. അവര് നിങ്ങളോട് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ആൻഡ് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുടെ അരികിലേക്ക് അവർ വന്ന് ചേരും എന്നുള്ളൊരു പ്രോമിസ് ആണ് നൽകുന്നത്. ആം ഐ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ക്യാൻ യു ഗിവ് മീ എ സെക്കൻഡ് ചാൻസ്. അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി നിങ്ങൾ നൽകുമോ? ആൻഡ് when I met you, my life completely changed. I don't wish to lose you. Okay, അവര് നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാൻ അവര് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ,